20 जुलाई को पेलेट गन का प्रयोग हुआ। उसका सबूत क्या है? सबूत ये है, देखिए ये है पेलेट्स, देख लीजिए इनको अच्छी तरह देख लीजिए। ये देखिए ये है पेलेट्स। ये कहां से आए? ये इनके शरीर से आए। दिखाओ, ये इनके यहाँ लगे छर्रे, 200 छर्रे इनके शरीर के अंदर है, 3 छर्रे इनके आंख में है। वो फाइल दिखाओ। ये है एम्स की रिपोर्ट, लेडी हार्डन की रिपोर्ट, जिसमें साफ लिखा है कि इनको एम्स की एरी, जिसमें साफ लिखा है कि इनके शरीर में 200 से ज्यादा छर्रे हैं, आंख में 3 छर्रे हैं, आंख इनकी खो गई है, उस आंख से वो नहीं देख पाएंगे, और इनके दिल के पास, बिल्कुल दिल के पास छर्रे हैं जो छुए नहीं जा सकते हैं। दिल्ली पुलिस ने कहा कि हमने छर्रे नहीं चलाए। तो एक ही सवाल है, अगर आपने नहीं चलाए तो किसी ने तो ये छर्रे चलाए होंगे। शायद किसी और ने इन पर छर्रे चला दिए, और अगर किसी और ने नहीं चलाए तो पता नहीं, शायद इन्होंने ही छर्रे चला दिए हों। मगर क्राइम तो हुआ है, क्योंकि इनके शरीर में छर्रे हैं। हम सिर्फ ये कह रहे हैं कि एफआईआर दर्ज कीजिए, एफआईआर दर्ज कीजिए। हिंदुस्तान का एक युवा है, उनकी मम्मी यहाँ पे ज्योति खड़ी है, उनके पिता दीपक है, साहिल है ये, और हम सिर्फ ये कह रहे हैं कि प्लीज एफआईआर दर्ज कीजिए। अंदर से हमें बताया जा रहा है कि देखिए ऊपर से ऑर्डर आया, एफआईआर नहीं हो सकता है। सिंपल सी बात है, जब तक एफआईआर नहीं होगा तब तक हम यहां से नहीं हिलने वाले हैं। सिंपल सी बात है, एफआईआर करना होगा। इस देश में लाखों लोगों के साथ ये अन्याय होता है, महिलाओं के साथ होता है, जिनका रेप किया जाता है उनके साथ होता है, गरीबों पर यह किया जाता है, हर रोज किया जाता है। और ये नई दिल्ली में कनॉट प्लेस में आपकी आंखों के सामने किया जा रहा है। इसीलिए हम सिर्फ एक मांग है हमारी, एफआईआर, डीडीआर, और जो इन्वेस्टिगेटिव ऑफिसर है उसका आप नाम हमें बता दीजिए, हम चले जाएंगे। हम सिर्फ इस परिवार के लिए न्याय मांग रहे हैं। और हमें बताया जा रहा है कि हिंदुस्तान में युवा पर गोली चलाई जा सकती है। दिखाइए, यहाँ दिखाइए, युवा पे गोली चलाई जा सकती है, मगर आंख दिखाइए, गोली चलाई जा सकती है, मगर इस देश में अमित शाह की होम मिनिस्ट्री, दिल्ली पुलिस के लोग न्याय नहीं दिलवाने देंगे। हिस्ट्री ऑफ पेशेंट बीइंग हिट बाय पेलेट्स फायर्ड बाय एन ചോദിക്കാൻ രാഹുലുണ്ട്, ചോദിക്കാൻ രാഹുലുണ്ട്, ചോദിക്കാൻ രാഹുലുണ്ട്. ചോദിക്കാൻ മാത്രമല്ല, അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നീതി നേടിയിട്ടേ പിൻവാങ്ങൂ എന്ന് രാഹുലിന്റെ പ്രഖ്യാപനം. ആലോചിച്ചു നോക്കൂ നിങ്ങള്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സർജിക്കൽ സ്ട്രൈക്ക് രാഹുൽ നടത്തി. എവിടെയാ? ജന്തർ മന്ദറിലല്ല, പിന്നെ എവിടെയാ? നരേന്ദ്രമോദിയുടെ വീട്ടുപടിക്കല്. രാജ്യത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോക്ക് പോലും ഒരു സൂചന പോലും നൽകാതെ, എന്തിന് രാഹുലിനൊപ്പം സമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും ഒരു സൂചന നൽകാതെ. കാരണം ഈ സൂചനകൾ ഇവർക്കൊക്കെ നൽകിയാൽ അത് ഇന്റലിജൻസ് ബ്യൂറോന്റെ കാതിലെത്തും. തൻ്റെ സമരം, തൻ്റെ പ്ലാൻ അത് വർക്കൗട്ട് ആകില്ല. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയോട് ഒരക്ഷരം മിണ്ടിയില്ല രാഹുല്. മറിച്ച് രാഹുല് സഡേ എന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദിയുടെ വീട്ടുപടിക്കല് മോദി അയച്ചു മന്ത്രിമാരെ. രാഹുലിന്റെ കാല് പിടിക്കാൻ, സമരം അവസാനിപ്പിച്ച് പോകാൻ അയാൾ തയ്യാറായില്ല. അയാളെ അവസാനം അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് കഴിയുന്നു. ഇപ്പൊ നാളെ
പൂനെയിലെ ചത്രോങ്കി ഗൂഞ്ച് വുമൺ സ്പെഷ്യൽ മഹിളാ റാലി നടക്കാൻ പോവുക. അപ്പോ അമിത്ഷയും നരേന്ദ്രമോദിയും സംഘപരിവാരവും കരുതിയത് രാഹുൽ അതിന്റെ തിരക്കിലായിരിക്കുമെന്നാണ്. രാഹുൽ അതിന്റെ തിരക്കിൽ തന്നെയാണ്. പക്ഷേ അതിനിടയിൽ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് അമിത്ഷായെ. ഡൽഹി പോലീസ് ആസ്ഥാനത്ത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പോലീസിന്റെ മുന്നിൽ FIR ഇടണം. ഒറ്റ ആവശ്യം, FIR ഇടണം. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പറ്റില്ല, മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്, FIR ഇടാൻ പറ്റില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇന്ന് രാഹുല് ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കുമായി ഇറങ്ങിത്തിരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് JP നദ്ദ, BJPയുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ, മന്ത്രിയായപ്പോ അധ്യക്ഷ പദം ഒഴിഞ്ഞ JP നദ്ദ, ആ JP നദ്ദ വാർത്താ സമ്മേളനം നടത്തിയിട്ട് രാഹുലിനെതിരെ വലിയ അധിക്ഷേപങ്ങൾ നടത്തുന്നു. ഞങ്ങൾ FIR ചാർജ് ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. രാഹുൽ പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിദ്യാർത്ഥിയെയും കൂട്ടിയിട്ട് 200-ലധികം പെല്ലറ്റുകളാണ് ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിലുള്ളത്. കണ്ണില് 3 എണ്ണം, ഹൃദയത്തിന് അടുത്തായിട്ട് 1 എണ്ണം, അങ്ങനെ 200-ലധികം പെല്ലറ്റുകൾ ആ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 14-ാം തീയതി, ഈ കഴിഞ്ഞ 14-ാം തീയതി ഈ വിദ്യാർത്ഥിയും ഈ വിദ്യാർത്ഥിയുടെ അഭിഭാഷകയും കൂടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. അന്ന് പരാതി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് 17-ാം തീയതി FIR ഇട്ടോ എന്ന് അന്വേഷിച്ച് വീണ്ടും ആ പോലീസ് സ്റ്റേഷനിൽ വിവരം ആരായുകയും ചെയ്തിരുന്നു. അന്ന് നോക്കുമ്പോൾ FIR ഇട്ടിരുന്നില്ല. അതാണ് ഇന്ന് രാഹുല് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നേണം ഈ പറയുന്ന പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. രാഹുൽ പറഞ്ഞ വാക്കുകളുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കും 24 മണിക്കൂർ, 48, 30 ദിവസം, എത്ര ദിവസം വേണമെങ്കിലും FIR ഇടുന്നത് വരെ ഇതിന് മുന്നിൽ താൻ ഇരിക്കും. മുട്ടുമടക്കി രാഹുലിന് മുന്നിൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങൾ ഇതുമായി കണക്റ്റഡ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം കിരൺ റിജിജു, JP നദ്ദ തുടങ്ങിയ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയ ആളുകൾ ഈ പറയുന്ന വാർത്താ സമ്മേളനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. വിദ്യാർത്ഥികൾ ആക്രമിച്ചിട്ടില്ല, ഒരു രീതിയിലുമുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. അപ്പോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ, മൺസൂൺ സെഷനിൽ നിങ്ങൾ ഇതൊക്കെ വളരെ കണക്റ്റഡ് ആണ്. ഓരോ നുണകൾ പറഞ്ഞ് ഓരോ തന്ത്രം ഉപയോഗിച്ച് ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടിയ നരേന്ദ്രമോദിയും അമിത്ഷായും വീണ്ടും പെട്ടിരിക്കുകയാണ്. അന്ന് പാർലമെന്റിൽ 10-18 ദിവസം പാർലമെന്റ് സമ്മേളിച്ചിട്ട് ഒരു ദിവസം പോലും പങ്കെടുത്തിട്ടില്ല. എന്തേ പങ്കെടുക്കാതിരുന്നത്? കാരണം രാഹുൽ ഉയർത്തിയ ഒരൊറ്റ ചോദ്യ, ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്? അമിത്ഷയാണോ? ഇനി അമിത്ഷാ അല്ലെങ്കിൽ ആരാണ് നിർദ്ദേശം നൽകിയത്? ഈ ചോദ്യത്തിന് മുന്നിൽ അമിത്ഷാ പെട്ടു എന്നുള്ളതാ. കാരണം യെസ് പറയാനും പറ്റില്ല, നോ പറയാനും പറ്റില്ല. അമ്മാതിരിപ്പെടലായിരിക്കും. കാരണം യെസ് പറഞ്ഞാൽ അമിത്ഷാ ഇറങ്ങേണ്ടി വരും, നോ പറഞ്ഞാലും അമിത്ഷാ ഇറങ്ങേണ്ടി വരും. കാരണം ഈ പറഞ്ഞ ആൻസർ കൂടി ആ ചോദ്യത്തോടൊപ്പം രാഹുൽ വെച്ചു. എന്താണ്? അമിത്ഷയാണെങ്കിൽ ഹീസ് കൾപ്പബിൾ. ഇനി അമിത്ഷാ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശത്തിന് പ്രകാരമാണ് ഈ അക്രമം നടത്തിയതെങ്കിൽ ഹീസ് ഇൻകോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ യോഗ്യനല്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് 10-18 ദിവസത്തോളം ഈ പറയുന്ന പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ സമ്മേളിച്ചിട്ട് നരേന്ദ്രമോദിയും അമിത്ഷയും സഭയിലെത്താതിരുന്നത്. പാർലമെന്റ് മന്ദിരത്തിലുണ്ടായിരുന്നു, ഓഫീസിൽ ഒളിച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും. എന്നാൽ വീണ്ടും അതുപോലെ തന്നെ സത്യവാങ്മൂലം നൽകിയ അതേ സെക്കൻഡിൽ രാഹുൽ വീണ്ടും ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. FIR ഇടില്ല ഞങ്ങളെന്ന് വെല്ലുവിളിച്ചവർ ഇന്ന് ഉച്ചക്കാ വെല്ലുവിളിച്ചത്. JP നദ്ദ വാർത്താ സമ്മേളനം നടത്തിയിട്ട് നാവ് വായിലായിട്ട് തിരിച്ചിട്ടിട്ടില്ല. വെരി നെക്സ്റ്റ് മൊമെന്റിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു ഡൽഹി പോലീസിന്. ആലോചിക്കണം കൃത്യമായിട്ട്. ഇനി ഇത് മാത്രമല്ല, ഇനി ഇതിന്റെ ബാക്കി നാളെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കാൻ പോവുക. ചത്രോഗി ഗൂഞ്ചിന്റെ ഈ പറയുന്ന വിദ്യാർത്ഥിനികൾ മാത്രമുള്ള ഒരു സ്പെഷ്യൽ മഹിളാ റാലി പൂനെയിൽ.
അപ്പോ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദിയും അമിത്ഷായും വീണ്ടും പ്രതിരോധത്തിലേക്ക് ആയിരിക്കുകയാണ്. കാരണം ഇമാതിരി ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇവര് കരുതുന്നില്ല. അങ്ങനെ ഒന്ന് ഇവര് എന്താ പറയേണ്ടത്, കാണാൻ കഴിയുന്നില്ല, മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. രാഹുല് എന്ത് നീക്കം നടത്തുമെന്ന് ഒരു സൂചനയും വരുന്നില്ല. അങ്ങനെയാണല്ലോ നരേന്ദ്രമോദിയുടെ വീട്ടുപടിക്കൽ രാഹുൽ എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ആസ്ഥാനത്തും ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാഹുൽ തനിച്ചായിരുന്നു. അടുത്ത ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. രാഹുൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയെന്നറിഞ്ഞപ്പോഴാണ് പ്രിയങ്ക എത്തുന്നത്, മറ്റുള്ള നേതാക്കന്മാർ വരുന്നത്. അപ്പോഴേക്കും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇരിച്ചെത്തുകയാണ്. ഇപ്പോഴും ഈ ഡൽഹി പോലീസ് ആസ്ഥാനത്ത് FIR ഇട്ടതിന് ശേഷവും സമരക്കാർ അവിടെ തന്നെ തുടരുകയാ. ആലോചിക്കണം, ജനം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിനൊപ്പം രാഹുലുണ്ട് മുന്നില്, രാഹുലും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. അപ്പോൾ വളരെ കൃത്യമായിട്ട് രാജ്യത്ത് ജനങ്ങളുടെ ശബ്ദത്തിനൊപ്പം നിൽക്കാൻ രാഹുലുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ സമരം നടക്കുമ്പോൾ പല രാഷ്ട്രീയക്കാരും അവിടെ എത്തിയിരുന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വന്നു, രാജിവെച്ചു. അതിനുശേഷം ആ സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾ പല വഴിക്ക് പോയി. അത് കഴിഞ്ഞ് ഇതേ വിദ്യാർത്ഥികൾ വീണ്ടും അടുത്ത ഒരു ക്യാമ്പയിനിങ്ങുമായിട്ട് ഇറങ്ങിയിരിക്കുക. സ്കൂൾ ടീക്കറോ അല്ലേ, അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് രാഹുൽ കൃത്യമായ ചുവട് വെക്കുന്നത്. കൃത്യമായ ചുവടെന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്താ പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി. സമരം അവസാനിച്ചെങ്കിലും ആ സമരം ജന്തർ മന്ദറിൽ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ എന്ന് രാഹുൽ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്. ആ ജന്തർ മന്ദറിൽ ഈ കഴിഞ്ഞ ജൂൺ 20 പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ വിദ്യാർത്ഥി പെല്ലറ്റ് ആക്രമണത്തിൽ. ആ വിദ്യാർത്ഥിയെയും കൊണ്ട് ആ സമരത്തിൻ്റെ തുടർച്ച രാഹുൽ രാജ്യത്തുണ്ടാക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തിന്, നരേന്ദ്രമോദി മാത്രമൊന്നുമല്ല, ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളിൽ പെടുന്ന ആളുകൾ പോലും ഞെട്ടിപ്പോയി രാഹുൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അയാൾ കൃത്യമായിട്ട് ജനതയുടെ പൾസ് അറിഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രാഹുലുണ്ട്, രാഹുലും മാത്രമേ ഉള്ളൂ എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം